എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഈ ഫ്ലവർ വേസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഒരു കുപ്പി വേണം. ഒരു കട്ടിയുള്ള കുപ്പിയായിരിക്കും നല്ലത്. ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുക. പിന്നെ ഒരു സിസേഴ്സ് വേണം. പിന്നെ ഒരു ചെറിയൊരു കത്തി വേണം. പിന്നെ നമുക്ക് പെയിന്റ്, ഞാൻ ഇവിടെ സ്പ്രേ പെയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. ഏത് പെയിന്റ് വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഇതെല്ലാം അടിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഇഷ്ടമുള്ള രീതിയിൽ. ഞാനൊരു സിൽവറിന്റെ സ്പ്രേ പെയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ കുപ്പി എടുക്കുക. ഈ കുപ്പീനെ നമ്മൾ മൂന്നായിട്ട് നമ്മളിത് മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു കത്തി കൊണ്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട് ഒന്ന് മുറിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സിസേഴ്സ് വെച്ച് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. നേരെ ലെവലായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇങ്ങനെ ഒരു ഭാഗം കിട്ടി. ഇനി അടുത്തത് ഇവിടെ ഇതുപോലെ തന്നെ ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് മുറിക്കുക. അത് കഴിഞ്ഞിട്ട് ലെവലായിട്ട് അത് നമുക്ക് മുറിച്ചെടുക്കാം. നമുക്കിങ്ങനെ 3 ഭാഗങ്ങൾ നമുക്കിങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗം, ഈ വലിയ ഭാഗം നമുക്ക് നേരെ നടുവേ ഒരു പ്രാവശ്യം കൂടെ മുറിക്കാം. ഒരു പ്രാവശ്യം കൂടെ മുറിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ കോൺ പോലെ, നമുക്ക് കോൺ ഷേപ്പിൽ നമുക്കിങ്ങനെ മടക്കിയെടുക്കാം. കോൺ ഷേപ്പിൽ മടക്കാം ഇങ്ങനെ. എന്നിട്ട് നമുക്ക് ഈ ആദ്യം മുറിച്ച കുപ്പി അതിൻ്റെ അതിനകത്ത് കയറുന്ന രീതിയിൽ അറ്റം ഇങ്ങനെ കൂർപ്പിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇറക്കാം. ഇത് നമുക്ക് മുഴുപ്പ് അനുസരിച്ച് ഇത് ലൂസാക്കുവാണെങ്കിൽ വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. ഉണ്ട്, ഇപ്പം വലുതായി. ഏത് മുഴുപ്പിൽ വേണേലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇവിടെ ഇപ്പം നല്ല ഫിറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഗം ഒട്ടിച്ചു കൊടുത്തിട്ട്, ഗ്ലൂ ഗം ഒട്ടിച്ചു കൊടുത്തിട്ട് ഇത് ഇറക്കുവാണെങ്കിൽ ഒട്ടും പോകത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇത് പോരത്തില്ലാത്ത രീതിയിൽ നല്ല ഫിറ്റായിട്ടാണ് ഇതിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പെയിന്റ് അടിച്ചെടുക്കാവുന്നതാണ്. സ്പ്രേ പെയിന്റ് ആണെങ്കിൽ നമുക്ക് ഈസിയാണ്. സ്പ്രേ പെയിന്റ് ഇതിനകത്തോട്ട് മൊത്തമായിട്ട് അടിക്കാം. സ്പ്രേ പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു പേപ്പർ നമ്മൾ വിടർത്തിയിട്ടിട്ട് വേണം സ്പ്രേ പെയിന്റ് അടിക്കാനായിട്ട്. അല്ലെങ്കിൽ എല്ലായിടവും നമ്മുടെ മേശയെല്ലാം വൃത്തികേടാവും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു പേപ്പർ ഇങ്ങനെ ഇടിച്ചിട്ട് സ്പ്രേ പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഷേക്ക് ചെയ്യണം. ഇത് സിൽവറിന്റെ സ്പ്രേ പെയിന്റ് ആണ്. നമുക്കിങ്ങനെ അടിക്കാം. സ്പ്രേ പെയിന്റ് ഇല്ലാത്തവർക്ക് പെയിന്റ് അടിച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ അതിനകത്ത് പല കളറോ എങ്ങനെ വല്ല ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്യുകയും ചെയ്യാം. ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചു കൊടുക്കണം. കാരണം ഇതിനൊട്ടും കട്ടിയില്ലല്ലോ. കട്ടിയില്ലാത്തതിന് സ്പ്രേ അടിക്കുമ്പോഴത്തേനും അത് മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് നമുക്ക് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വരാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ വാസ് പെയിന്റ് ഒക്കെ അടിച്ച് ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലവർ വാസ്. ഇത് ഗോൾഡ്, ഇത് സിൽവർ. ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയായിരുന്നു. ഗോൾഡ് കളർ ഉണ്ടാക്കി, സിൽവർ കളർ ഉണ്ടാക്കി. ഞാൻ ഇതിനകത്ത് വേറെ പടങ്ങളും അങ്ങനെയൊന്നും വരച്ചില്ല.
കാരണം എനിക്ക് തോന്നി സിമ്പിളായിട്ട് ഇതാണ് ഒത്തിരി നല്ലതെന്ന് എനിക്ക് തോന്നി. അത് കാരണം ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഞാൻ ഗോൾഡിനകത്ത് ഗോൾഡൻ കളർ ഫ്ലവറും സിൽവറിനകത്ത് സിൽവർ കളർ ഫ്ലവറും ആണ് ഞാൻ വെച്ചത്. നിങ്ങൾക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒത്തിരി സമയവും ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കും പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഇത്രയും നാൾ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും നന്ദി.